കോഴിക്കോട്ടെ റിപ്പബ്ലിക് ദിന പരേഡിൽ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് അഭിവാദ്യം സ്വീകരിച്ചത് കരാറുകാരന്റെ വാഹനത്തിൽ. പോലീസ് വാഹനത്തിന് പകരം ഉപയോഗിച്ചത് മാവൂരിലെ കൺസ്ട്രക്ഷൻ കമ്പനി ഉടമയുടെ വാഹനമാണ്. പോലീസിന്റെ കൈവശമുള്ള വാഹനം തകരാറിലായതിനാലാണ് മറ്റൊരു വാഹനം ഉപയോഗിച്ചതെന്നാണ് വിശദീകരണം. ദീപക് മലയമ്മ നൽകും കൂടുതൽ വിവരങ്ങൾ. ദീപക് മലയമ്മ, മന്ത്രിക്ക് മറ്റൊരു വാഹനം ഏർപ്പാടാക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നോ? എന്തൊക്കെയാണ് ഈ സംഭവത്തെക്കുറിച്ച് ഇപ്പോൾ മന്ത്രിയുടെ ഭാഗത്തു നിന്നും അല്ലാതെയും ലഭിക്കുന്ന വിവരങ്ങൾ? സുജയ, ഇന്ന് രാവിലെ റിപ്പബ്ലിക് ദിന പരേഡുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ വിവാദം ഉണ്ടാകുന്നത്. അതായത് മന്ത്രി മുഹമ്മദ് റിയാസാണ് ഇന്ന് കോഴിക്കോട് പതാക ഉയർത്തിയതിനു ശേഷം അഭിവാദ്യം സ്വീകരിച്ചത്. പൊതുവെ പോലീസിന്റെ വാഹനത്തിലാണ് മന്ത്രിമാർ അഭിവാദ്യം സ്വീകരിക്കുന്ന നടപടി ഉണ്ടാകാറുള്ളത്. ഇന്ന് പക്ഷേ ഒരു സ്വകാര്യ വ്യക്തിയുടെ വാഹനത്തിൽ KL10B 1498 എന്ന നമ്പറിലുള്ള ഒരു തുറന്ന ജീപ്പിലാണ് മന്ത്രി അഭിവാദ്യം സ്വീകരിച്ചത്. അത് മാവൂരിലുള്ള വിപിൻ ദാസ് എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള വാഹനമാണ്. അദ്ദേഹം ഒരു കരാറുകാരനാണ്. കേരള കൺസ്ട്രക്ഷൻ എന്നുള്ള പേരിൽ ഒരു സ്ഥാപനം നടത്തുന്നയാളാണ്. അതുകൊണ്ടുകൂടിയാണ് മന്ത്രി മുഹമ്മദ് റിയാസ് ഇത്തരത്തിൽ പരേഡ് സ്വീകരിക്കുന്നതിന് വേണ്ടി ഈ വാഹനം ഉപയോഗിച്ചപ്പോൾ അത്തരത്തിലൊരു വിവാദത്തിലേക്ക് പോകുന്നത്. ഇതിൽ അനൌദ്യോഗികമായുള്ള വിശദീകരണമാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ ലഭ്യമായിട്ടുള്ളത്. പോലീസ് പറയുന്നത് പോലീസിന്റെ കൈവശമുള്ള വാഹനം തകരാറിലായതിനാലാണ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് കരാറുകാരന്റെ വാഹനത്തിൽ കയറി അഭിവാദ്യം സ്വീകരിച്ചത് എന്ന വിശദീകരണമാണ് ഇപ്പോൾ വരുന്നത്.